നമുക്ക് ഔപചാരികതകളൊന്നും ഇല്ലാതെ ആരംഭിക്കാം. MT വാസുദേവൻ നായരെ ഓർമ്മിച്ചുകൊണ്ട് ആരംഭിക്കുന്നതാവും ശരി. അദ്ദേഹം ഒരു ദിവസം ശരാശരി 300 പേജുകൾ വായിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അവസാന ഘട്ടമായപ്പോൾ 50 പേജായി ചുരുങ്ങി. അങ്ങനെ ശാരീരിക ശേഷി കുറയുന്നതിനേക്കാൾ തന്നിലെ വായനക്കാരന്റെ ശൗര്യം കുറയുന്നതാണ് അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നത്. അപ്പോ ഈ ഒരു വായനയാണ് അദ്ദേഹത്തെ മികച്ച പത്രാധിപരാക്കിയിട്ടുള്ളത്. ഈ ഒരു വായനയാണ് അദ്ദേഹത്തിന് തൻ്റെ കൃതികളുടെ എഡിറ്റിങ്ങിന് സഹായിച്ചിട്ടുള്ളത്. ഈ ഒരു വായനയാണ് അദ്ദേഹത്തെ അഹംഭാവിയായിരിക്കുന്നതിൽ നിന്ന് രക്ഷിച്ചത്. ലോകോത്തരങ്ങളായ കൃതികളൊക്കെ ഇറങ്ങിയ പാടെ വായിക്കുന്ന ഒരാൾക്കുള്ള ഒരു നിർമ്മമത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും വായിക്കുന്ന ഒരാൾ, ഇതിൽ മാത്രം രുചിയുള്ള ഒരാൾക്ക് ഭക്ഷണത്തിൽ രുചി ഉണ്ടാവില്ല. ജീവിതാനുഭവങ്ങളിൽ മറ്റുള്ള മേഖലകളിൽ ആ രുചി ഉണ്ടാവില്ല. സുന്ദരികൾക്ക് അത്ര സൗന്ദര്യം ഉണ്ടാവുകയില്ല. അങ്ങനെ ഈ വായനയിലെ രുചി അദ്ദേഹത്തിന്റെ നിങ്ങൾക്കറിയാവുന്ന മുഖഭാവത്തിൽ അദ്ദേഹത്തെ എത്തിച്ചു എന്ന് പറയുന്നു. ഒന്നും പിടിക്കാത്ത ഒരു മട്ട് MT വാസുദേവൻ നായരുടെ മുഖത്തുണ്ടായിരുന്നതിന്റെ കാരണം ഈ വിപുലമായ വായന തന്ന വലിയ അനുഭവത്തിന്റെ ഒരു സവിശേഷതയായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇനി എന്നിലേക്ക് വന്നാൽ ഞാനും അത്രത്തോളം വരില്ലെങ്കിലും ഒരു വായനാ ഭ്രാന്തനാണ്. ഓയിവിക്യം പറയും പോലെ എട്ടുകാലി ഭ്രാന്തൻ എന്നൊക്കെ പറയുന്നത് പോലെ ചെറുപ്പം മുതലേ പുസ്തകം അതായിരുന്നു എൻ്റെ ഒരു വഴി. 6 നാഴികയാണ് കോട്ടത്തറയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരാൻ. കൽപ്പറ്റയിൽ വന്നിട്ടാണ് സാധനം വാങ്ങിച്ചു കൊണ്ടുപോവുക. അങ്ങനെ സാധനം വാങ്ങിച്ചുകൊണ്ട് ഒരു ചാക്ക് നിറയെ സാധനം ഉണ്ടാവും. ഒരാഴ്ച ചന്തയ്ക്ക് വരുന്നതാണ് ഞായറാഴ്ച. കുട്ടിയായിരിക്കുമ്പോൾ തന്നെയാണ് 14, 15, 16, 17 ഒക്കെ വയസ്സുള്ള കാലത്ത്. എന്നാലും ആ സമയത്ത് ഒരു കുട്ടിച്ചാക്ക് നിറയെ സാധനമായിട്ട് വരുമ്പോ ഞാൻ അക്കാലത്ത് കേരളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 വീക്കിലികളാണുള്ളത്. ഒന്ന് മാതൃഭൂമിയാണ്, ഒന്ന് മലയാളമാണ്. ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ഹരമായിരുന്നു മലയാള നാട്. അതിലാണ് എൻ്റെ കഥ വരുന്നത്, അതിലാണ് M കൃഷ്ണൻ നായരുടെ പങ്ക്തി ഉള്ളത്, അതിലാണ് കാക്കനാടൻ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസയൊന്നുമില്ല. ഈ പൈസയല്ലേ തരുന്നത്, സാധനം വാങ്ങിക്കാനുള്ള പൈസയാണ്. ഞാൻ 1 കിലോ വെല്ലം വാങ്ങുന്നതിന് പകരം 900 ഗ്രാം വെല്ലം വാങ്ങും, 900 ഗ്രാം പഞ്ചസാര വാങ്ങിക്കും. ഇങ്ങനെ ആകുമ്പോൾ ഈ 100 ഗ്രാമിന്റെ പൈസ എനിക്ക് കിട്ടും. അപ്പോ ആ പീഡിയക്കാർക്കൊക്കെ വലിയ ചിരിയാണ്. ഞാൻ മാത്രമാണ് ഭൂമിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യാത്ത ഒരാൾ. അങ്ങനെ ഈ റൗണ്ട് ചെയ്യാതെ വാങ്ങിക്കുന്നതിൽ നിന്ന് മിച്ചം കിട്ടുന്നത് കൊണ്ട് ഞാൻ മലയാള നാട് വാങ്ങിക്കും. എന്നിട്ട് വീട്ടിലെത്തുമ്പോഴേക്കാണ് തീരും. 6 നാഴികയല്ലേ, യാതൊരു ജീവിതഭാരവും അറിയാതെ ഈ കനത്തിന്റെ കീഴെ നടന്ന് ഞാൻ വീട്ടിലെത്തും. എന്റെ ജീവിതഭാരം ഏറ്റവും കുറച്ച് തന്നത് എല്ലാ കാലത്തും എല്ലാ അർത്ഥത്തിലും വായനയായിരുന്നു എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് വെച്ചാൽ 5-10 കൊല്ലം മുമ്പ് ട്രഷറിയിൽ പെൻഷൻ കാത്തിരിക്കുന്ന സമയത്ത്, അപ്പോ കുറച്ചു നേരം എടുക്കും പാസ്സായി വരാൻ. ആ സമയത്ത് എന്റെ ബാഗിൽ എപ്പോഴും പുസ്തകം ഉണ്ടാവും. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ എന്നെ പുറകിൽ നിന്ന് തോണ്ടിയിട്ട് എന്നോട് ചോദിച്ചു, മാഷ് വായിച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോ അസാധാരണമാണ് ഈ ചോദ്യം. സത്യത്തിൽ ഞാൻ ഇനിയും വായിച്ചു കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ വായിച്ചു കഴിയല്ലേ എന്നാണ് എൻ്റെ മോഹം. എൻ്റെ വായനക്കാരൻ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് മരിക്കണം എന്നാണ് സത്യത്തിൽ എൻ്റെ ആഗ്രഹം. അതെനിക്ക് അത്രമാത്രം തിരിച്ചറിയുന്നു, അതെന്നെ ശരിക്കും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എനിക്കൊരു കവിത ഉണ്ടായി. ആ കവിത എന്റെ കാവൽ മാലാഖ എന്നാണ്, വായനയെ കുറിച്ചാണ്.
പാതിരയോട് അടുത്ത നേരം റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ വെളിച്ചമുള്ള മൂലയിലെ ബെഞ്ചിലിരുന്ന് വായിക്കുന്ന എന്നെ തോണ്ടി വിളിച്ച് പഴയ സഹപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾ ഇനിയും വായിച്ചു കഴിഞ്ഞില്ലേ? ഇല്ല. അയാളോട് ചിരിക്കെ ഉള്ളിൽ ഞാൻ എന്നോട് മന്ത്രിച്ചു, അവൾ മരിക്കും മുമ്പേ എനിക്ക് മരിക്കണ്ട. 11-ാമത്തെയോ 12-ാമത്തെയോ വയസ്സിൽ സംശയിച്ച് കൂടെ കൂടിയതാണ്. കൂടെ നിൽക്കുമോ നിർത്തുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു അവൾക്ക്. ആരറിഞ്ഞതിലും എന്നെ അറിഞ്ഞു. ഒന്നും ചെയ്യാനില്ലാത്തപ്പോഴും ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ ഉള്ളപ്പോഴും മുന്നിൽ വന്നു നിന്നു. ഒരു സമാധാനവും കിട്ടാത്തപ്പോൾ എന്തിനും ഏതിനും സമാധാനം തന്നു. ഒരുവരും ക്ഷമിക്കാത്തതും ക്ഷമിക്കത്തക്കതായി കണ്ടു. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാനാവുമായിരുന്നില്ല, അവൾ ആശ്വസിപ്പിച്ചു. രഹസ്യമായ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടിത്തന്നു. ഒന്നും സാരമാക്കിയില്ല, ഒന്നും നിസ്സാരവുമാക്കിയില്ല. അവൾ പിന്നെ എന്താണ്, എന്റെ കാമുകിമാരെ എന്നേക്കാൾ കൊണ്ടാടി. വാക്കുകൾക്ക് പിന്നിൽ സൂര്യനായി ഉദിച്ചു. അവർ അവനേക്കാൾ ജ്വലിച്ചു. ഒരിക്കലും പരാതിപ്പെട്ടില്ല. ക്ഷമയോടെ വിളിപ്പുറത്ത് കാത്തു നിന്നു. വിളിച്ചപ്പോ എന്തൊരു ഇഷ്ടത്തോടെയാണ് വന്നത്. കൂടെ നടന്ന് കാട്ടിത്തന്നു വഴികൾ, കാട്ടിത്തന്നു എനിക്ക് മാത്രം ഉതകുന്ന രക്ഷാമാർഗങ്ങൾ. അംഗീകരിച്ചു എന്നെയും ഉപയോഗിക്കുന്ന ഉപയോഗങ്ങൾ. പുറപ്പെടുമ്പോൾ എടുത്തു തന്നു എനിക്കായി തുന്നിയ, എനിക്കല്ലാതെ പാകമാകാത്ത ഉടുപ്പുകൾ. എപ്പോഴും എന്നെ കൊതിച്ചു, എന്നെ ഒറ്റയ്ക്ക് മുഴുവനായി ആഗ്രഹിച്ചു. ഒരുമിച്ചിരിക്കാനുള്ള ഒഴിഞ്ഞിടങ്ങൾ കണ്ടെത്തി ഞാൻ ഭേദപ്പെടുന്നത് ഉള്ളഴിഞ്ഞറിഞ്ഞു. അതുവരെ ആയിരുന്നതിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ വ്യതിചലിച്ചു കൊണ്ടിരുന്നു. ഞാനാകുന്നത് അവളോളം പ്രയത്നിച്ചതില്ല. അവൾ വിളമ്പിത്തന്ന അന്നത്തിൽ ഓരോ വറ്റിലും എന്റെ പേര്. കഴിക്കൂ, സമയമെടുത്ത് സ്വാദോടെ. ഭൂമിയിലെ വിഭവങ്ങൾ എനിക്കായി വിളമ്പിയതാണെന്ന് താൻ കണ്ടെത്തിയെന്ന് അവൾ പറഞ്ഞു. കണ്ണിന് വയ്യാതായപ്പോൾ ഞാൻ എല്ലാത്തിനും ഇരുന്ന് കോട്ടുവായിട്ടു. സുഖമായപ്പോ അധികം സുഖമായത് അവൾക്കാണ്. എന്റെ ഗൂഢാലോചനക്കാരിയെ വീട്ടിലാർക്കും അത്രയൊന്നും ഇഷ്ടമായിരുന്നില്ല. എന്റെ എല്ലാ ആലോചനകളിലും അവൾ തലയിടുന്നു. ഞാൻ എത്ര അനാഥനാണെന്ന് അവളോളം ആരും അറിഞ്ഞില്ല. മനുഷ്യപുത്രനോ ദൈവപുത്രനോ എന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ത്രാണിയില്ലെന്ന് എനിക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ അവൾ പറഞ്ഞു തന്നു. അവൾ വേദനയെ വേദന കൊണ്ട് തുടച്ചു. എനിക്ക് മാത്രം ബോധ്യമാകുന്ന ചിലതില്ലാത്ത ലോകത്തിൽ താൻ ഇരിക്കില്ലെന്ന് അവൾ പറഞ്ഞു. ഞാൻ ഇല്ലാതാകുമ്പോ അതുവരെ കാണപ്പെടാതിരുന്ന ചിലത് കൂടി ഇല്ലാതാകും. മരിച്ചവന്റെ മുറിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവനില്ലാതിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിലും നിശബ്ദത. അപ്പോ ഞാൻ വായനയിലേക്ക് സത്യത്തിൽ വീഴുകയായിരുന്നു. ദ ഫാൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ കൽപ്പറ്റ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വീണ് കാലൊടിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 1 വർഷം വിശ്രമം ആവശ്യമായിട്ട് വന്നു. പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ല. ഒരു 11 വയസ്സുകാരന് അകത്ത് തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു ശാപം കിട്ടിയാൽ പുസ്തകവും വായിച്ചിരിക്കാം, എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഒരു 11 വയസ്സുകാരൻ ഒരു വഴിയുമില്ല. അങ്ങനെ അകത്തിരുന്ന് പുറത്ത് സഞ്ചരിക്കാൻ എന്താണ് ഒരു വഴി എന്ന് ആലോചിച്ചപ്പോഴാണ് ഭാഗ്യവശാൽ ഒരു ദിവസം ഒരു പുസ്തകം കിട്ടുന്നത്. ഏതാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞാൻ കയ്യിലെടുത്ത പുസ്തകം ഇന്ന് വരെ ഞാൻ താഴെ വെച്ചിട്ടില്ല. ഞാൻ സഞ്ചാരപഥങ്ങളിലൂടെ സഞ്ചരിച്ചതിനേക്കാൾ എത്രയോ അധികം പുസ്തകത്തിലെ സഞ്ചാരപഥങ്ങളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ 8ാം ക്ലാസ് പഠിക്കുമ്പോഴേക്കൊക്കെ മാറി വായനയുടെ തരം. 9ഉം 10ഉം ഒക്കെ കഴിയുമ്പോൾ പിന്നെയും മാറി.
ആർട്സ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാൻ വന്നപ്പോൾ എൻ്റെ വായനക്കാരൻ അതുവരെയുള്ള വിഭവങ്ങളൊന്നും വായിക്കാൻ കൊള്ളാവുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞു. ആദ്യമായി ഞാൻ ദസ്തയേവ്സ്കിയിൽ എൻ്റെ എഴുത്തുകാരനെ കണ്ടെത്തി. അയാളോട് എല്ലാം പറയാമായിരുന്നു, അയാളോട് ഏത് സങ്കടവും പറയാമായിരുന്നു. ഞാൻ അനുഭവിച്ച എല്ലാ അപമാനങ്ങളും അയാൾ കേൾക്കുമായിരുന്നു. ഇങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞ ഒരാളും എൻ്റെ ജീവിതത്തിൽ ദസ്തയേവ്സ്കിയെ പോലെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇഡിയറ്റ് എന്ന് പറയുന്ന നോവൽ, അഗ്ലായ എന്ന കഥാപാത്രം അവളുടെ പിറന്നാളാണ്. ആ പിറന്നാളിൽ കുറെ സുഹൃത്തുക്കൾ വന്ന് ചേർന്നിരിക്കുന്നു. അവർ ഓരോ കഥ പറയുക നേരം പോകാൻ വേണ്ടിയിട്ട്. അന്നേരം മൈഷ്കിൻ പ്രഭു എന്ന് പറയുന്ന ആളോട് ഒരു കഥ പറയാൻ പറയുന്നു. അയാൾ ഒരു കഥ പറയുന്നു. ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ അഗ്ലായ അയാളെ സ്വന്തം മുറിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വന്തം മുറിയിലേക്ക് ക്ഷണിച്ച് അവിടെ ഇരുത്തി. എന്നിട്ട് അവൾക്ക് തലയാഴ്ച കിട്ടിയിട്ടുള്ള ഒരു പ്രണയലേഖനം അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. നിങ്ങൾ ഇതൊന്ന് വായിക്കണം. ഞാൻ എന്ത് മറുപടിയാണ് അയാൾക്ക് പറയേണ്ടത് എന്ന്, അയാളോട് പറയേണ്ടത് എന്ന് ലോകത്തിൽ ഞാൻ ഇതുവരെ അറിഞ്ഞതിൽ ഒരാൾക്കേ അറിഞ്ഞതേയുള്ളൂ. അത് ആ കഥ പറഞ്ഞ മൈഷ്കിൻ പ്രഭുവിന് ആണ്. ഈ തിരിച്ചറിവിനുള്ള ഈ മഹായോഗ്യത ഈ മൈഷ്കിൻ പ്രഭു പറഞ്ഞ കഥയിൽ പ്രതിഫലിച്ചത് കൊണ്ടാണ് അവൾ അയാളെ സ്വന്തം മുറിയിലേക്ക് കൂട്ടി തനിക്ക് വന്ന ഈ പ്രണയലേഖനം അയാളെ ഞാൻ സ്വീകരിക്കണം, അയാളെ ഞാൻ ഉപേക്ഷിക്കണം, ഈ പ്രണയലേഖനത്തിൽ അയാളുണ്ട്, അതുകൊണ്ട് അങ്ങത് മനസ്സിലാക്കി എന്നോട് മറുപടി പറയൂ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ ദസ്തയേവ്സ്കിക്ക് എവിടെ നിന്നാണ് ഈ മനസ്സിലാക്കാനുള്ള ശേഷി കിട്ടിയത്, ഈ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയത്? അയാൾ തൂക്കിക്കൊല്ലാനായി വിധിക്കപ്പെട്ടു, വെടിവെച്ച് കൊല്ലാനായി വിധിക്കപ്പെട്ടു. അങ്ങനെ അതൊരു ചീറ്റിംഗ് ആയിരുന്നു അവിടുത്തെ സാർ ചക്രവർത്തിയുടേത്. അത് ഞാൻ ഇപ്പോഴാണ് അയാളുടെ മകളുടെ ഒരു പുസ്തകത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അപ്പോ 4 പേരെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലാൻ പോവുകയാണ്. സാർ ചക്രവർത്തിക്കെതിരെ ഗൂഢാലോചനകളും ചർച്ചകളും പ്രസംഗങ്ങളും നടത്തി എന്നതിന്റെ പേരിലാണ് ഈ വെടിവെച്ച് കൊല്ലാൻ പോകുന്നത്. 4 പേരെയും നിർത്തിയിരിക്കുകയാണ്. തോക്ക് ചൂണ്ടി ഇപ്പുറത്ത് നിൽക്കുകയാണ് അവരെ കൊല്ലേണ്ടയാൾ, ഭടന്മാർ. അങ്ങനെ ഈ സമയത്ത് കൊല്ലാൻ വേണ്ടിയുള്ള ആജ്ഞ കൊടുക്കേണ്ട അന്നിമിഷം വളരെ നാടകീയമായ ഒന്ന് സംഭവിക്കുന്നു. കൊട്ടാരത്തിൽ നിന്നും ഒരു ദൂതൻ വന്ന് അവരെ വധിക്കണ്ട എന്ന് കൽപ്പന കൊടുക്കുന്നു. അപ്പോ ആ ഷോക്കിൽ ഒരാളുടെ കാത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് അയാൾ മറ്റൊരാൾ ആകെ തകർന്നു പോകുന്നുണ്ട്, ഭ്രാന്താവുന്നുണ്ട് അയാൾ. ഇനി ഒരാൾ ദസ്തയേവ്സ്കിക്ക് എന്താ സംഭവിച്ചത്? പിൽക്കാലം മുഴുവൻ അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന ചുഴലി രോഗം വരികയാണ് ചെയ്തത്. ആ ദസ്തയേവ്സ്കിയെ വധശിക്ഷയിൽ നിന്ന് മുക്തനാക്കിയെങ്കിലും അയാളെ സൈബീരിയയിലെ ജയിലിലേക്ക് കൊണ്ടുപോയി. അപ്പോ സൈബീരിയ എന്ന് പറഞ്ഞാൽ അതികഠിനമായ അന്തരീക്ഷം, അതിരൂക്ഷമായ ശിക്ഷാക്രമം, ആകപ്പാടെ ഒന്നുമില്ല കയ്യിൽ. ഭാഗ്യവശാൽ ആരോ ഒരാൾ അയാൾക്ക് ബൈബിൾ കൊടുത്തു. ആ ബൈബിളില് ന്യൂ ടെസ്റ്റമെന്റ് ആണ്. നമ്മുടെ മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ചതുപോലെ ന്യൂ ടെസ്റ്റമെന്റ് ആണ് ദസ്തയേവ്സ്കി എന്ന എഴുത്തുകാരനെ ഉണ്ടാക്കിയത്. അപ്പോ അയാൾക്ക് ആരാധ്യനായ ഒരു വിഗ്രഹത്തെ ക്രിസ്തുവിൽ കാണുന്നു. എന്തൊരു ദുരിതമാണ് ക്രിസ്തു അനുഭവിച്ചിരുന്നത്, എന്തൊരു അപമാനമായിരുന്നു അനുഭവിച്ചിരുന്നത്. 12 ശിഷ്യന്മാരിൽ 12 ശിഷ്യന്മാരും അയാളെ തള്ളി പറയുകയാണ്. ഈ 12 ശിഷ്യന്മാർക്കും അയാളെ മനസ്സിലാക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. ആ 12 ശിഷ്യന്മാരോട് ക്രിസ്തു അത് പറയുന്നുണ്ട്. ഒരു സദൃശകഥ മനസ്സിലാകാൻ കഴിവില്ലാത്തവർക്ക് ഒരു സദൃശകഥയും മനസ്സിലാവില്ല. ഒരു സദൃശകഥ പറഞ്ഞതാണ് അയാൾ.
പേരബിൾ പറഞ്ഞതാണ് അയാളുടെ ക്രിസ്തു വലിയ ഒരു റൈറ്ററാണ്, എഴുതുന്ന ആളല്ല, പറയുന്ന ഒരാളായിരുന്നു. അയാൾ വലിയ സ്റ്റോറി ടെല്ലറായിരുന്നു. ധൂർത്തപുത്രന്റെ കഥയും 100 ആളുകളിൽ ഒരാൾ പോയപ്പോ അതിനെ രക്ഷിച്ച കഥയും ഇങ്ങനെയുള്ള നിരവധിയായ കഥകൾ അദ്ദേഹം പറഞ്ഞ് ആളുകളെ അദ്ദേഹം ഉയർത്തി. അങ്ങനെ പറയുമ്പോൾ ലളിതങ്ങളായ കഥകളായിരുന്നില്ല പറഞ്ഞത്, സങ്കീർണങ്ങളായിരുന്നു ഈ കഥകളൊക്കെ. പ്രത്യക്ഷത്തിൽ കേട്ടാൽ ഈ മുടിയനായ പുത്രന്റെ കഥയ്ക്കൊന്നും വലിയ ഒരു അർത്ഥം നമുക്ക് തോന്നില്ല. പക്ഷേ സൂക്ഷ്മ ബുദ്ധിയായ ഒരാൾക്ക്, ഭാവനയുള്ള ഒരാൾക്ക് അത് വലിയ കഥയാണ് അല്ലേ? അപ്പൊ അത്തരം കഥ വേണമെങ്കിൽ നമുക്കൊന്ന് ആ കഥ നോക്കാം. ഞാനത് എങ്ങനെ വായിച്ചു എന്നും നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ആ കഥ? നിങ്ങൾക്കറിയാം, 2 പുത്രന്മാർ. അതിൽ ഇളയാള് മഹാധൂർത്തനാണ്. സ്വത്ത് അച്ഛനോട് ചോദിച്ചു വാങ്ങിച്ചു, അതുകൊണ്ട് നശിപ്പിച്ചു. മറ്റൊരു നാട്ടിലാണ്. അവിടെ അയാൾക്ക് അടിമപ്പണി ചെയ്യേണ്ടി വന്നു. അയാൾ അതിസങ്കടത്തിലും അപമാനത്തിലും കഴിയുമ്പോ ഭക്ഷണമൊന്നും കിട്ടാനില്ല. പന്നിക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ ബാക്കിയാണ് അയാൾക്ക് കഴിക്കാനുണ്ടായിരുന്നത്. ഒടുവിൽ അയാൾ പശ്ചാത്തപിച്ച് തിരികെ വീട്ടിലേക്ക് വരികയാണ്. അയാളെ ഉപേക്ഷിച്ച പിതാവ് പക്ഷേ ദൂരെ നിന്ന് തന്നെ കണ്ട് ഇറങ്ങി വന്നിരിക്കുന്നു അയാളെ സ്വീകരിക്കാനായി. അതുവരെ അവിടുത്തെ ഏറ്റവും മാംസമുള്ള, അല്ലെങ്കിൽ അവർ മുറിക്കാതെ വെച്ചിരിക്കുന്ന കാളയെ കൊല്ലുന്നു, ഇയാളെ സൽക്കരിക്കുന്നു. അപ്പോ സഹോദരൻ, ഒരു തെറ്റും ചെയ്യാത്ത സഹോദരൻ, എന്നിട്ടും ഇങ്ങനെ ഒരു ബഹുമതി കിട്ടാത്ത സഹോദരൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മാതിരി നമ്മളോട് പ്രവർത്തിച്ച, സ്വത്ത് നശിപ്പിച്ച ഈ അനിയനോട് ചെയ്യുന്നത്? അപ്പോ പറയുന്നത് നഷ്ടപ്പെട്ട മകനാണ്. ഈ ആടുകളുടെ കഥയും അത് തന്നെയാണ്. 100 ആടുകളിൽ 99 ഉപേക്ഷിച്ച് കാണാതായ ആടിന്റെ പുറകെ പോയ ആളുടെ കഥയും ബൈബിളിൽ അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. 10 സ്വർണ്ണ നാണയങ്ങളിൽ, 10 വെള്ളി നാണയങ്ങളിൽ 1 നഷ്ടപ്പെട്ടപ്പോ 9നെയും വിസ്മരിച്ച് ആ ഒരു വെള്ളി നാണയത്തിന് പുറകെ പോയപ്പോഴും അത് തന്നെയാണ് കഥ. ഇതെല്ലാം പറയുന്നത് ഏറ്റവും അനുതാപം അർഹിക്കുന്നവരെ അനുതപിക്കുക എന്നതാണ് ബൈബിളിന്റെ സന്ദേശം. അനുതപിക്കുകയും എന്ന്, കരുണ കാട്ടുകയും എന്ന്. അപ്പോ ഈ ബൈബിളാണ് നമ്മുടെ ദസ്തേവ്സ്കിയെ മാറ്റുന്നത്. എന്തെല്ലാം ദുരിതങ്ങളാണ്! എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് നമ്മുടെ സരമാഗോ എന്ന് പറയുന്ന വലിയൊരു റൈറ്റർ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ദൈവവും സാത്താൻ ക്രിസ്തു കൂടി ഒരു ബോട്ടിൽ ഇരുന്നിട്ട്, തോണിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്താലാണ് നമുക്ക് ജനങ്ങളെ പിടിക്കാനാവുക എന്ന് ചോദിക്കും. ജനങ്ങളെ പിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ അഡ്രസ് ചെയ്താലാണ് അത് സാധിക്കുക? അപ്പോ സാധാരണ പറയുന്നത്, നിങ്ങൾ അവരിലെ പാപിയെ അഡ്രസ് ചെയ്യുക. എല്ലാവരും പാപികളാണ്, എല്ലാവരും നിങ്ങളുടെ വലയിൽ വീഴും. അങ്ങനെ പാപികളെ ഞാൻ സ്വീകരിക്കുന്നു, അറിയുന്നു. അതായി ക്രിസ്തുവിന്റെ വഴി. അതുകൊണ്ട് മറ്റാരും ക്ഷമിക്കാത്തത് ക്ഷമിക്കുന്ന ഒരാൾ, മറ്റെല്ലാ ആളുകളും ഉപേക്ഷിക്കുന്ന ഒരാൾ. അത്തരം ആളുകളെ കുറിച്ച് മാത്രമാണ് ദസ്തേവ്സ്കി എഴുതുന്നത്. അദ്ദേഹം നോക്കുക, എന്തുകൊണ്ട് ഈ പെയിൻ, ഞാൻ എന്റെ നോവലിൽ ഇവിടം എന്ന നോവലിൽ അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ആസിഡ് വിക്ടിം ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? ഇങ്ങനെയാണ്, ക്രിസ്തു ഇതിന് അർഹത നേടിയത് അയാൾ സഹിച്ച ദുരിതങ്ങളിലൂടെയാണ്. കുരിശിലേറ്റപ്പെട്ട ഒരാൾ, അതിന്റെ വേദന, ഈ വേദനയെല്ലാം അതിൽ നിന്ന് മുക്തനായി റിസറക്ഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം ക്രിസ്തുവിന് ചാർത്തി കൊടുത്ത കഥയാണ് വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ കഥ. He is not a historical being, അയാൾ ഒരു മിത്തോളജിക്കൽ ബീയിങ് ആണ്. ഉയർത്തെഴുന്നേറ്റ ഒരാൾക്ക് ഭൂതകാലം സൃഷ്ടിക്കുകയാണ് മാർക്കും ലൂക്കും മത്തായിയും ചെയ്തത്. ഈ കുരിശിൽ
തറയ്ക്കപ്പെട്ടതാണ് അയാളുടെ വലിയ അർഹത. അത്രമേൽ വേദന. ഇപ്പോ ഒരു വൈദ്യർക്കോ അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കോ നമ്മുടെ വേദന മനസ്സിലാകാത്തത് അയാൾക്ക് ആ രോഗം വരാത്തതുകൊണ്ടാണ്. ദൈവം പുരുഷനായതുകൊണ്ടാണ് ഇത്ര ഗർഭവേദന, പ്രസവവേദന ഇത്ര രൂക്ഷമാകാൻ കാരണം. ദൈവം പുരുഷനായതുകൊണ്ടാണ്. ദൈവം സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കുമായിരുന്നില്ല. നമ്മൾ ദൈവത്തെ നമ്മുടെ ഛായയിൽ സൃഷ്ടിക്കുന്നത് പോലും വാസ്തവത്തിൽ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പരിമിതി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പരിമിതി തിരിച്ചറിയുന്ന ഒരു ദൈവത്തെ സാഹിത്യ സൃഷ്ടികളിലൂടെ ദസ്തയേവ്സ്കി സൃഷ്ടിച്ചു. അവസാന കാലത്ത്, ദസ്തയേവ്സ്കിയുടെ അവസാന കാലത്ത് നിരവധി കത്തുകൾ വരുമായിരുന്നു. അയാൾ അനവധി പേർ കാണാൻ വരുമായിരുന്നു. എല്ലാം സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇയാളുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോ, ഞാൻ നേരത്തെ പറഞ്ഞ മൈഷ്കിൻ പ്രഭുവിന്റെ കഥ വായിച്ചപ്പോ അഗ്ലായിക്കുണ്ടായ അതേ മാറ്റം സംഭവിക്കുന്നു. അതുകൊണ്ട് ഇയാൾ മനസ്സിലാക്കും. നമ്മൾ എന്തൊരു പുസ്തകം വായിക്കുന്നു, അഗാധമായി പറയുകയാണെങ്കിൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരിടം, നിരുപാധികമായി നമ്മളെ ഉൾക്കൊള്ളുന്ന ഒരിടം, ആ ഇടത്തിന് വേണ്ടിയാണ് നമ്മൾ, അതിനു വേണ്ടിയിട്ടാ സത്യത്തിൽ ആളുകൾ സ്നേഹിച്ചൊക്കെ നോക്കുക. പക്ഷെ അതൊന്നും അയാളൊന്നും അതിനെ പറ്റിയ ആളല്ല, അവളൊന്നും അതിനെ പറ്റിയ ആളല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അയാൾക്ക് ഒരഭയവും സൂക്ഷ്മമായിട്ട് അവിടെ ഒന്നും കിട്ടില്ല. അപ്പൊ അയാൾക്ക് സൂക്ഷ്മമായിട്ടുള്ള അഭയം കൊടുക്കുക ഈ കലാസൃഷ്ടികൾ മാത്രമാണ്. ഏതായാലും ശരി, അങ്ങനെ തൊട്ട് എന്താണ് മനസ്സിലാക്കുന്ന, അങ്ങനെ സൂക്ഷ്മമായി എന്നെ അഡ്രസ് ചെയ്യുന്ന ഒരു പുസ്തകത്തിന്, പുസ്തകങ്ങൾക്ക് വേണ്ടിയുള്ള മോഹം എന്നിൽ വളരെ കലശലായിരുന്നു. അത് മാത്രമാണ് സത്യത്തിൽ എന്റെ ജീവ ചൈതന്യം എന്ന് പറയുന്നത്. ഒക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാനോ പുതിയ രീതിയിൽ വായിക്കാനോ ഒക്കെ എനിക്ക് കഴിയുന്നു എന്ന്. അതുകൊണ്ട് ഫോക്ടൈൽസ് വായിക്കും ഞാൻ, അതുകൊണ്ട് സ്പോർട്സ് ലേഖനങ്ങൾ വായിക്കും ഞാൻ. എനിക്ക് വായിക്കാൻ എന്തിനും ഉണ്ടാകുമ്പോ പിന്നെ സച്ചിൻ തെണ്ടുൽക്കറോട് ചോദിക്കുന്നു, അങ്ങെങ്ങനെയാണ് ഇങ്ങനെ സെഞ്ചുറി എത്ര മേൽ അടിച്ചു കൂട്ടുന്നത്? അയാൾ പറയുന്നു, ഞാൻ സെഞ്ചുറി ഒന്നും അടിക്കുന്നില്ലല്ലോ, എനിക്ക് നേരെ വരുന്ന ഒരു ബോളല്ലേ ഞാൻ കളിക്കുന്നത്. അല്ലെ, ആ സമയത്ത് ഐ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ വർക്ക് ചെയ്യുന്നു, ഞാൻ കളിക്കുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ ചിലപ്പോ 100 ബോൾ കളിക്കുന്നുണ്ടാവും, അത് ഞാൻ അറിയുന്നേയില്ല. ഞാൻ ഒരു ബോളാണ്. പിന്നീട് അവസാന കാലത്ത് സച്ചിൻ ഇടയ്ക്കിടയ്ക്ക് 90 പന്തുകളിൽ ഔട്ടാവുന്നു. അതിനെന്താ കാരണം? സെഞ്ചുറിയെ കുറിച്ച് അയാൾ ബോധവാനായി. പോയി കളിക്കുന്ന കളി, ആ നിമിഷത്തിന്റെ ഒരു വിഷ്ടം, അതാണ് അയാൾ കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇപ്പൊ അടുത്ത ദിവസം ചെസ്സിൽ സമ്മാനം കിട്ടി ഒരാൾക്ക്, ഇന്ത്യക്കാരന് 18 വയസ്സേ ആയിട്ടുള്ളൂ അയാൾക്ക്. അപ്പൊ അയാൾ പറഞ്ഞ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, എനിക്ക് ഈ കളിയെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ, ലോക ചാമ്പ്യനായിട്ടുള്ള ആളാണ്, അതിന്റെ തത്വമൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കളി നീക്കാൻ എനിക്കറിയാം എന്നാ പറഞ്ഞു. ക്രിസ്തുവിന്റെ ഏറ്റവും മനോഹരമായ വാക്യം എന്ന് പറയാവുന്നത്, അവൻ ചെയ്യുന്നത് എന്തെന്ന് അവൻ അറിഞ്ഞുകൂടാ എന്നത് മാത്രം, അതുകൊണ്ട് അവനെ ശിക്ഷിക്കരുത് എന്ന വാക്യം. അതാണ് തത്വചിന്ത. അറിയണം നാം ചെയ്യുന്നത് എന്ത് എന്ന്. അതാണ് നാം വഹിക്കാവുന്ന ഉത്തരവാദിത്തം. അപ്പോ അങ്ങനെ അത്തരം ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ നമ്മെ നയിക്കാം. നമുക്ക് ആകെപ്പാടെ നമ്മുടെ ജീവിതം അല്ലേ ജീവിക്കാനുള്ളൂ, എന്റെ ജീവിതം എനിക്ക് ജീവിക്കാനുള്ളൂ. പക്ഷെ വായനക്കാരനായപ്പോഴോ എത്രായിരം ആളുകളുടെ ജീവിതമാണ് ഞാൻ ജീവിച്ചത്. അതാണ് വായനയുടെ കാര്യം. എത്ര വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലെ ജീവിതങ്ങളാണ് ഞാൻ ജീവിക്കുന്നത്. എത്ര സൂക്ഷ്മമായ അനുഭവങ്ങളാണ്. ഒരു വില്യം കാർലോസ് വില്യംസ് എന്ന് പറഞ്ഞ ആളുടെ ഒരു ചെറിയ കഥ പറഞ്ഞാല് ചെറിയ കഥയാണ്, അതുകൊണ്ട് പറയാം. ഒരു കുട്ടിക്ക് ഡിഫ്തീരിയ. അപ്പോ ഡിഫ്തീരിയ ആണെന്ന് ഉറപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ, തൊണ്ടയ്ക്ക് വേദനയൊക്കെ ആയിട്ട് ആ നാട്ടിൽ പലർക്കും ഡിഫ്തീരിയ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഡോക്ടർക്ക് സംശയമുണ്ട്. അങ്ങനെ സംശയമുള്ള ഡോക്ടർ വന്നിട്ട് ഈ കുട്ടിയോട് വായ തുറക്കാൻ പറയും. എന്നിട്ട് വേണ്ടേ നോക്കാൻ, തൊണ്ടയിൽ ടോർച്ചടിച്ച് നോക്കിയാലേ അറിയും. പക്ഷെ കുട്ടി വായ തുറക്കില്ല, എന്ത് കളിച്ചാലും തുറക്കില്ല, ചോദ്യം വിളിച്ചിരിക്കുന്നു. ഒരു മരത്തിന്റെ കയ്യിലുകൊണ്ട് വായി അമർത്തി പിടിച്ചിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് അയാൾ ടോർച്ച് എടുക്കാൻ പോയപ്പോ ആ കയ്യിൽ കടിച്ചു കൂട്ടി കളഞ്ഞു ആ കുട്ടി. പക്ഷെ
പിന്നീട് മനസ്സിലായി ആ കുട്ടിക്ക് ഡിഫ്തീരിയ ആയിരുന്നു. ഇതറിഞ്ഞതിന് ശേഷം താൻ നയിക്കുന്ന ജീവിതത്തിനെ കുറിച്ചുള്ള ഭയമായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നത്. മരിക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ തൻ്റെ അച്ഛനല്ലാതാവും, അമ്മ തൻ്റെ അമ്മയല്ലാതാവും, ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെയാവും, താൻ അനാഥനായി തീരും ആ നിമിഷം. നമ്മുടെ വീടുകളിലൊക്കെ മരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനാഥത്വം എന്ന് പറയുന്നത് അയാളോട് നമ്മൾ പിന്നെ ഔപചാരികമായിട്ടാണ് സംസാരിക്കുക. അയാൾ പറയുന്നത് നമ്മൾ ആരും കേൾക്കുകയില്ല. മനസ്സാ നമ്മൾ അയാളെ ഉപേക്ഷിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏത് നിമിഷവും മരിക്കുന്ന ഒരാളാണ്, എപ്പോഴും വരാം. പക്ഷെ അതൊന്നും നമ്മുടെ ബോധത്തിന്റെ ഭാഗമായിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെ ബോധത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ആണ് ഈ കുട്ടി പിന്നെ എന്തൊരു അനാഥത്വമായിരിക്കും. അല്ലെങ്കിൽ അതൊരു ആശ്വാസമുണ്ട്. ഈ കുട്ടിക്ക് ഡിഫ്തീരിയാണ് എന്ന് അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നത് വരെ ആ കുട്ടിക്ക് വലിയ സനാഥത്വം ഉണ്ട്. ആ വീട്ടിലെ കുട്ടിയാണ് അയാൾ. അത് കഴിഞ്ഞാലല്ല, അതിനെയാണ് ഇതാണ് കഥ. ഇത്തരം കഥകളിലൂടെയാണ് നിങ്ങൾക്ക് വലിയ ഉൾക്കാഴ്ചയും തിരിച്ചറിവും സംഭവിക്കുന്നത്. അങ്ങനെ തിരിച്ചറിവിന്റെ ഒരു ലോകം നോക്കി യേശു പറയുന്ന അതാണ്. ഈ ദൈവരാജ്യം എന്താണെന്ന് ചോദിക്കുന്നത്, അത് കടലിൽ മണി പിന്നെ കുഴിച്ചിട്ടു, പിന്നെ പെട്ടെന്ന് ചിലത് വളർന്ന് ആകാശത്തോളം എത്തുന്നു. ദേവലോകത്ത് നിന്ന് പക്ഷികൾ വന്ന് അതിന്റെ ശിഖരങ്ങളിൽ ഇരിക്കുന്നു. അതുപോലെ ഒരു മിറക്കിളാണ് വാസ്തവത്തിൽ ഒരു കലാസൃഷ്ടി എന്നൊരു ബീജം. അത് വളർന്ന് പല ശിഖരങ്ങളായി അവിടെ ദേവലോകത്ത് നിന്നുള്ള പക്ഷികൾ വരുന്നു. അങ്ങനെ ഒരു അത്ഭുതം സാക്ഷാത്കരിക്കാൻ ഒരു എഴുത്തുകാരൻ ഇത് ചെയ്യുന്നു. ആ എഴുത്തുകാരനിലൂടെ ഇത് സംഭവിക്കാൻ മറ്റുള്ളവർ കാത്തിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളൊരു കൃതി എഴുതുന്നത്, ഇപ്പൊ എന്റെ ആശ്വാസം, അതെങ്ങനെയാ എഴുതിയിരിക്കുന്നത്? ഒരു വായനക്കാരനാണ്, അതുകൊണ്ട് മാത്രം എഴുത്തുകാരനായി തീർന്ന ഒരാളാണ് ഞാൻ. ഈ പാനീയമല്ലാതെ എനിക്ക് കഴിക്കാൻ മറ്റൊന്നുമില്ല എന്ന് നമ്മെ ബാല്യത്തിൽ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ പാനീയം വിൽക്കുന്ന ഒരു കട ഞാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എഴുതുന്നു. അങ്ങനെ എഴുതിയപ്പോ ഈ കവിത അത് ഒരുപാട് പേർ കേട്ടതാണ് എന്ന്, അതുകൊണ്ട് എളുപ്പമാണ്. കവിത കേട്ടത് കേൾക്കുന്നതാണ് സുഖം, മറ്റെല്ലാം കേൾക്കാത്തത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ് സുഖം. ഇത് വലിയ വ്യത്യാസമാണ്. കവിതയുടെ വലിയ വ്യത്യാസം, കേട്ട കവിത വീണ്ടും കേൾക്കുമ്പോഴാണ് കവിത നമ്മൾ സംവദിക്കുക. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ചലച്ചിത്ര നടൻ നമ്മുടെ ശ്രീനിവാസൻ അതിനെ കുറിച്ച് പറയുന്നത്, കേരളീയർക്ക് കേട്ട തമാശ മാത്രമേ രസിക്കുള്ളൂ എന്ന് പറയുന്നത്. പുതിയ ഒരു തമാശ പറഞ്ഞ ഒരാൾ ചിരിക്കില്ല എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ്. കവിതയെ കുറിച്ചാണ് അത് വളരെ ശരി. അപ്പോ ആശ്വാസം, എന്നിട്ട് നമുക്ക് ഇങ്ങനെ സമാപിക്കാം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ഇനി എനിക്ക് അത്താഴ പഷ്ണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാടുന്നത് വരെ തല തുവർത്തണ്ട, ആരും ഇടവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കണ്ട. രോമത്തുളകളിലൂടെ ചോര വാർന്ന് ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം. ഞാൻ എത്തിയാൽ മാത്രം കിടന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. തന്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി. ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു. ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ആരും കരയുകയില്ല. ഈ ഒരു സത്യത്തിൽ ഒരു വയനാട്ടുകാരന് എഴുതാൻ പറ്റിയ കവിതയായിരുന്നു. കാരണം വയനാട്ടിലെ ഒരു അമ്മയ്ക്കാണ് ഈ പുഴയെ കുറിച്ചും റോഡിനെ കുറിച്ചും ആരുമില്ല. സ്കൂളിൽ പോണ വഹിക്കുന്ന ഒരാളെ കാണില്ല. നമ്മൾ ഇങ്ങനെ തനിച്ചു പോവുക. പേപ്പട്ടിയൊക്കെ ഉള്ള ദിവസം എത്ര തവണയാണ് തിരിഞ്ഞു നോക്കിയിട്ടുള്ളത്.
ഇങ്ങനെ ഒരു ഭീകരമായ കാലത്താണ് ഞാൻ ജീവിച്ചത്. ഇന്നത് പോലെയല്ല. അന്ന് പുസ്തകമില്ല, അന്ന് വായിക്കാൻ വഴിയില്ല. അതുകൊണ്ട് ഞാൻ കോഴിക്കോട്ടേക്ക് പോയി. ഇവിടെയാണെങ്കിലോ ഇപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞു. ഇതാ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ. അന്നൊരു എഴുത്തുകാരനെ കാണാനില്ല, കണ്ടിട്ടില്ല. ഞങ്ങളൊരു പ്രസംഗവും കേട്ടിട്ടില്ല. ഇപ്പോഴും നിറയെ പ്രസംഗങ്ങളും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും പുസ്തകങ്ങളും ഒക്കെയായി. ഇവിടുത്തെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനാണ്. ഫെല്ലിനി ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് കൽപ്പറ്റയിൽ. അപ്പൊ അതൊക്കെ ഇല്ലായ്മകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സിനിമ കാണാൻ വഴിയില്ലാതെ എന്ന ഒരു കാലത്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സിനിമകളും എന്റെ ഒരു വഴിയായി തീർന്നത് ഫെല്ലിനിയെ പോലെയൊക്കെയുള്ള വലിയ ചലച്ചിത്രകാരന്മാർ നമ്മളെ മനസ്സിലാക്കുന്നു. അങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന ഇടങ്ങൾ നോക്കി നമ്മളൊക്കെ നടക്കും. അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് കൈവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഉപാധി ഇതാണ്. ഭാഷയാൽ ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ. കാരണം മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വരം എന്ന് പറയാവുന്നത് ഈ ഭാഷയാണ്. ആ ഭാഷ കവിതയിലാകട്ടെ സൂക്ഷ്മതരമാകുന്നു. പറയുന്ന ഓരോ വാക്കും ഉചിതമായി തീരുന്നു. ഉപയോഗിക്കുന്ന ഓരോ ബിംബവും അർത്ഥവത്തായി തീരുന്നു. പാഴിൽ യാതൊന്നുമില്ല എന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പോ ഈ ഭാഷയിൽ ഇങ്ങനെ ഉപയോഗിക്കണം എന്ന് വരുന്നു. മനുഷ്യന്മാരൊക്കെ സ്റ്റോറി ടെല്ലേഴ്സാ, കവികളായിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നു. നമ്മൾ സ്റ്റോറി ടെല്ലേഴ്സാ. അതെങ്ങനെയാ? എല്ലാ ഹ്യൂമൻ ബീയിങ്സും സ്റ്റോറി ടെല്ലേഴ്സാ. എങ്ങനെ? നമ്മൾ ഈ രണ്ട് കുട്ടികൾ വീട്ടിലേക്ക് വന്നിട്ട് ഒരപകടം കണ്ടിട്ട് വന്നാന്ന് വെച്ചോളൂ. ആ രണ്ടുപേര് പറയും രണ്ട് കഥകളായി. ഒരിക്കലും ഒരേ സംഭവം അതേപടി ആവിഷ്കരിക്കാൻ മനുഷ്യന് ബലമേ ഇല്ല, സാധ്യമേ അല്ല, ഒരാളും ആവിഷ്കരിക്കുകയില്ല. അതേപടി പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ ഭാവന കലർത്തി പറയുന്നു. എല്ലാ കഥകളും സംഭവങ്ങൾ ഭാവന കലർത്തി പറഞ്ഞതിനാൽ ഉണ്ടായ പുനരാവിഷ്കാരങ്ങൾ ആണ് എല്ലാ കഥകളും. ഇന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കഥ, ആ കഥകളാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പോ സംഭാവ്യതയുള്ള സംഭവങ്ങളാണ് കഥ. അതിങ്ങനെ ഭാവനാധിഷ്ഠിതമായി പുനരെഴുതിയതാണ്. അതിൽ പറയപ്പെട്ടതാണ് എല്ലാം. ജീവിതം മുഴുവൻ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ കഥകളിലൂടെയാണ്. അപ്പോ കഥ പറഞ്ഞ് കേട്ട് വളർന്നവരാണ് മനുഷ്യർ എന്നർത്ഥം. ക്രിസ്തു ഒരു കഥയിലെ കഥാപാത്രമാണ്. ബുദ്ധൻ ഒരു കഥയിലെ കഥാപാത്രമാണ്. അവരൊക്കെ കഥകൾ പറഞ്ഞവരാണ്. ഇങ്ങനെ കഥകളിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളിൽ ഒരാൾ ഒരു കഥ എഴുതിയിട്ട് ഈ ലോകത്തെ സ്വാധീനിക്കാമെന്നോ, ഒരു കഥ എഴുതിയിട്ട് തന്റെ ആവിഷ്കാര ഭ്രമത്തെ തൃപ്തിപ്പെടുത്താമെന്നോ, ഒരു കഥ എഴുതിയിട്ട് തനിക്ക് മുൻപ് ആവിഷ്കരിക്കാൻ കഴിയാത്തത് ഭാഷ കൊണ്ട് ആവിഷ്കരിക്കാൻ കഴിയും എന്ന് വിചാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോ വാസ്തവത്തിൽ ഇത് വലിയ സങ്കടമാണ്. എന്നെ പോലെ ഒരു വായനക്കാരൻ എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിനൊരു മഹാഭാരമാണ്. വാസ്തവത്തിൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഈ വായനാ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ എം.ടി. വാസുദേവൻ നായരെ കുറിച്ച് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് വലിയ അസംതൃപ്തിയുള്ള ഒരു മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ആ മുഖം വലിയ രചനകൾ വായിച്ച ഒരാൾ അനുഭവിച്ച മുഖമാണ്. വലിയ മാനദണ്ഡങ്ങളുള്ള ഒരാൾ ചെറിയ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതൃപ്തിയാണ്. അങ്ങനെയൊക്കെയാണ്. ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശേഷിച്ച് സന്തോഷമൊന്നുമില്ല. ഇന്നാള് ഫോർത്തൂസ് പരിപാടിയിൽ എന്നോട് അവിടുത്തെ ഈ ആങ്കർ ചോദിച്ചു, എം.ടി. വാസുദേവൻ നായർ ഭാഗ്യവാനായി? ഞാൻ പറഞ്ഞു, ഒരിക്കലും ആയില്ല. ഒരു 5 രൂപയ്ക്ക് നിങ്ങൾക്കൊരു 5 ലക്ഷത്തിന്റെ സമ്മാനം അടിച്ചാൽ നിങ്ങളത് ഭാഗ്യവാനാണ്. കാരണം നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല. അർഹതയുള്ളത് ലഭിക്കുന്നതിൽ എന്ത് ഭാഗ്യമാണ് ഉള്ളത്. അർഹതയുള്ള അംഗീകാരമേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ. മാത്രമല്ല, ലഭിക്കുമ്പോഴേക്കും ഏത് സമ്മാനമാണെങ്കിലും അത് അഭംഗിയുള്ളതായി തീരും. നമുക്ക് കിട്ടാവുന്ന സമ്മാനമല്ലേ, അതിന്റെ വലിപ്പമേ അതിനുണ്ടാകും. എന്ത് നമ്മൾ ആഗ്രഹിക്കുക, ജോലിക്ക് വേണ്ടി മോഹിച്ച്
നമ്മൾ 10-15 മാസം കൊല്ലം കഷ്ടപ്പെട്ട് അവസാനം കിട്ടിയാൽ അത് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയ ദിവസമുള്ള ആനന്ദം അടുത്ത ദിവസമില്ല. ഈ ദിവസം കഴിയുന്നതോറും വിജയില്ല. പിന്നെ ഇത് കിട്ടി ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ അന്നത്തെ അതേ വേദനകളും പ്രയാസങ്ങളും ഉള്ളതാണ്. മിസ്റ്ററിയെ കുറിച്ച് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി സൗത്ത് ആഫ്രിക്കയില്. പിന്നെ അത് കഴിഞ്ഞാൽ സമയമാവും തോന്നുന്നു. നമ്മൾ സമയത്തെ ഭയപ്പെടണ്ടേ, അങ്ങനെ പറഞ്ഞു പോയിക്കൂടാ. അപ്പോ എത്ര മിനിറ്റ് ഉണ്ട്? ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ. അപ്പോ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഒരു പെട്ടിയുമായിട്ട് ഒരു ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെടുക. അതിസുന്ദരിയാണ് അവൾ. പ്രത്യക്ഷപ്പെട്ടവാടെ ആ നാട്ടിലെ സ്ത്രീകളൊക്കെ വിധവകളായി എന്നാ പറയുന്നത്, കുട്ടികളൊക്കെ അനാഥരായി എന്നാ പറയുന്നത്. അത്ര സുന്ദരി. ഇപ്പൊ നാടുവാഴി അവളോട് ചോദിച്ചു, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? അവൾ പറഞ്ഞു, കല്യാണമൊക്കെ കഴിച്ചോളൂ, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഈ പെട്ടി ഒരു കാരണവശാലും തുറന്നു നോക്കരുത്. അതിനെന്താ ഇത്ര സുന്ദരിയായ നിന്നെ എന്ന് കരുതി കല്യാണം. അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഓരോ ദിവസം അടുക്കുന്തോറും ഈ അതിസുന്ദരിയുടെ രൂപം അയാളുടെ മനസ്സിൽ മങ്ങി മങ്ങി വരികയും എന്താണ് ഈ പെട്ടിക്കുള്ളിൽ ഉണ്ടാവുക, അത് താൻ തുറന്നാൽ അപ്പോൾ അവൾ അപ്രത്യക്ഷയാകുന്ന പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിനു മാത്രം പോകുന്ന രഹസ്യം മൂടി വെച്ചിരിക്കുന്നത് എന്ന് അയാൾ ആകെ അസ്വസ്ഥനാകുകയും വിവാഹ ഈ ആദ്യ ദിവസം പിന്നെ അവൾ ഒന്ന് മയങ്ങി എന്ന് കണ്ടപ്പോ അയാൾ ഓടിച്ചെന്ന് ആ പെട്ടി തുറന്നു നോക്കുകയും ചെയ്തു. പെട്ടിയിലൊന്നും ഉണ്ടായിരുന്നില്ല, ശൂന്യമായി. തിരിഞ്ഞു നോക്കിയപ്പോ അവൾ. ഇതാണ് പ്രണയവിവാഹം ചെയ്ത ഏതാളുകളുടെയും ആദ്യ രാത്രിക്ക് ശേഷമുള്ള അനുഭവം. ഇതാണ് സ്നേഹിച്ച് കൈവന്ന എല്ലാം നമ്മളോട് പറയുന്ന അനുഭവം. ഇതാണ് മാർക്സ് പറഞ്ഞത്, ഇത് ധനമാണ്, അതുണ്ടാക്കുന്ന വ്യാകുലതകളാണ്, ലോക പ്രശ്നങ്ങളൊക്കെ, മുതലാളിത്തമാണ് ഇതിന് അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് യാതൊന്നുമില്ല മറ്റു എന്ന് കാണിച്ചു തരികയാണ് മാർക്സ് ചെയ്തത്. അതുപോലെ ഡാർവിൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മൃഗങ്ങളാണ്, വെറും മൃഗങ്ങളാണ്. കാലാന്തരത്തിൽ ഉണ്ടായ മാറ്റത്തിന്റെ ഫലമായി നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ. അടിയിൽ നമ്മൾ മൃഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ പെട്ടി തുറന്നിട്ട് ഒന്നുമില്ല ഇതിനകത്ത് എന്ന്. ഫ്രോയിഡ് പറഞ്ഞു, ലെസ്റ്റ് ആണ് എല്ലാത്തിന്റെയും പിന്നിൽ, കാമം. അതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഈ പ്രേമമൊന്നും മരണമെന്നും ഒക്കെ പറയുന്നില്ലേ, നമ്മൾ അതിനുവേണ്ടി ജീവിതം ത്യജിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, അതിനകത്തൊക്കെ അത് സാക്ഷാത്കരിക്കാത്തത് കൊണ്ടുണ്ടായ പ്രയാസം മാത്രമേ ഉള്ളൂ. സാക്ഷാത്കരിച്ചിരുന്നെങ്കിൽ അത് ഇതായി പെട്ടിയിലെ ശൂന്യത പോലെ ഒരു ശൂന്യതയായി തീരുമായിരുന്നു എന്നാണ്. പക്ഷെ മനുഷ്യന് അങ്ങനെ പറ്റില്ല. അയാൾക്ക് മിസ്റ്ററി വേണം, അയാൾക്ക് എല്ലാത്തിനും ഒരു അത്ഭുതം വേണം, അയാൾക്ക് അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇവിടെ പെട്ടെന്ന് ഒരു ദൈവത്തിന്റെ ദൈവം വന്നാൽ നമ്മൾ പ്രത്യാശയോടുകൂടി ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നതിന് അത്ഭുതം കാത്തിരിക്കുന്നു മനുഷ്യൻ എന്ന്. എന്താ കാരണം? മരിക്കാറായ ഒരാൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന് മരിക്കുന്നു, നാം ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, രക്ഷപ്പെടുന്നു. അയാൾ യാദൃശ്ചികമായിട്ടാണ്, ഒരു ദൈവം ഉണ്ടായതുകൊണ്ടല്ലേ അത് നടന്നത്. ഇങ്ങനെ എല്ലാ മേഖലകളിലും നാം മിസ്റ്ററി ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഡീമിസ്റ്റിഫൈഡ് ചെയ്യപ്പെട്ട ഒരു ലോകത്തിൽ വീണ്ടും ആത്മാവുണ്ടാക്കാൻ വേണ്ടി എഴുത്തുകാർ പരിശ്രമിക്കുന്നു. അത് നമ്മൾ വായിക്കുന്നു. എന്റെ വായനയെ കുറിച്ച് സപ്താഹം നടത്താം, എത്ര ദിവസം വേണം പറയാം. എന്നാലും തൽക്കാലം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിന് മറുപടി പറയുന്നു. സാറിന്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഡോസ്റ്റോവ്സ്കിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചെന്ന് തോന്നുന്നു. അപ്പോ ഞങ്ങളൊക്കെ ഡോസ്റ്റോവ്സ്കിന്റെ ഒരു ആരാധകരാണ്. അപ്പൊ ഞങ്ങൾ കൂടി സംസാരിച്ചതാണോ എന്നൊരു സംശയം. ഡോസ്റ്റോവ്സ്കിന്റെ നോവലിലുള്ള ഒരു സെന്റൻസ് സാർ, I confess in front of, not in front of you, I confess in front of all human beings പറഞ്ഞിട്ടുണ്ട്. എന്റെ ചെറിയൊരു മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. സാർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും സാറിന്? ഡോസ്റ്റോവ്സ്കിന്റെ നോവലിലെ ഒരു സെന്റൻസ് ഉണ്ടല്ലോ സാർ, I confess in front, not in front of you, I confess in front of all human beings. അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സാർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? അതെ അതെ.
സോണിയ ദുഃഖം അനുഭവിക്കുന്നു, വേശ്യാവൃത്തി ചെയ്യേണ്ടി വരുന്നു, പാവം പെൺകുട്ടി. അങ്ങനെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ തന്റെ ജീവിതം നയിക്കാൻ പറ്റാതെ പോയ ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഈ കഥാനായകൻ റാസ്കോൾനിക്കോവ് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എന്നിട്ട് പറയുന്നതാണ്, ഞാൻ ഇങ്ങനെ നിന്റെ മുമ്പിലല്ല, ലോക മനസാക്ഷിയുടെ മുമ്പിലാണ് ഇങ്ങനെ പറയുന്നത്. ഈ വിധത്തിൽ ഓരോ അനുഭവത്തെയും വലിയ പ്രതീകാത്മകതയോടുകൂടി ഉൾക്കൊള്ളുകയും വലിയ സങ്കടം അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ദസ്തയേവ്സ്കി. നമ്മള് മറ്റെവിടെ നിന്നും കിട്ടാത്ത ആശ്വാസം കിട്ടുന്ന ഒരാളുടെ അടുത്തേക്കാണ് അവസാനമായിട്ട് ചെല്ലുന്ന ഒരു വൈദ്യനാണ് ദസ്തയേവ്സ്കിയോ അതുപോലെ ടോൾസ്റ്റോയിയോ. അങ്ങനെയുള്ള വലിയ എഴുത്തുകാരുടെ കാലം കഴിഞ്ഞു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോഴും അത്തരം എഴുത്തുകാരൊക്കെ ഓരോരോ ഇടങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത്ര എന്താ പറയുക, അത്ര ദാർശനിക ഗരിമയുള്ള എഴുത്തുകാർ ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പുതിയ കാലത്തെ ബോർഹേസിനെയും കുന്തേരെയും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു വിപുലമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അപൂർവം പേരിലേ ഉള്ളൂ. അവരൊക്കെ ദസ്തയേവ്സ്കിയുടെ ആരാധകന്മാരാണ്. ഈ പറഞ്ഞ ബോർഹേസും ഈ പറഞ്ഞ കുന്തേരിയും ഒക്കെ ദസ്തയേവ്സ്കിയുടെ ആരാധകരാണ്. മാഷ നമസ്കാരം. മാഷിന്റെ അടുത്തുള്ള വേദികളിലൊക്കെ ആശ്വാസം എന്നുള്ള കവിത മാഷ് സ്വയം ചൊല്ലുകയോ അല്ലെങ്കിൽ സദസ്സ് ആവശ്യപ്പെട്ടിട്ട് മാഷ് ചൊല്ലാൻ നിർബന്ധിതനാവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ആ കവിതയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, അമ്മ മരിച്ചപ്പോൾ അനാഥനായി എന്നെഴുതുമ്പോഴും നീ ഇവിടുന്ന് പുറപ്പെട്ടു പോയ ഓരോ ദിവസവും നിനക്ക് വേണ്ടി ചോറും കറിയും വെച്ച് ഞാൻ കാത്തിരിക്കാറുണ്ട് എന്ന് അമ്മ എന്ന കഥയിൽ ഉമ്മ ബഷീറിനോട് പറയുമ്പോഴും അമ്മയെ കുളിപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് പോലെ കരുതൽ വേണം. ഉടലിൽ നിന്നും വിരലുകൾ വഴുതി പോകരുത് എന്ന് സാവിത്രി രാജീവൻ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എഴുതുമ്പോഴും എല്ലാം അമ്മ എന്ന് പറയുന്ന ഒരു ബിംബത്തെ പല മട്ടിൽ പല എഴുതി വെക്കുകയാണ്. എന്റെ ചോദ്യം, ഞാൻ വരുന്ന സമയത്ത് ദസ്തയേവ്സ്കിയെ കുറിച്ചാണ് മാഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദസ്തയെ കുറിച്ച് വന്ന സങ്കീർത്തനം പോലെ എന്നുള്ള നോവലിൽ എന്താണ് സർഗാത്മകത എന്നതിന് നിർവചനമായിട്ട് ആത്മാവിന്റെ വെളിപാടാണ്. ഒരു ചെടിയെ പൊരിച്ച് പാറക്കല്ലിൽ വെച്ചിട്ട് ഇപ്പം പൂക്കൂ എന്ന് പറയുന്നത് പോലെ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ എഴുതി കൊടുക്കാവുന്ന ഒരു പ്രേരണ കൊണ്ട് എഴുതാവുന്ന ഒന്നല്ല ഒരു നോവൽ. എന്റെ നോവല് ഇനി എഴുതുന്നത് ഇനി എഴുതാതിരിക്കുന്നതൊക്കെ അവരെടുത്തോട്ടെ, പക്ഷേ എന്റെ എഴുതാനുള്ള കഴിവിനെ അവർക്ക് വാങ്ങാനാവില്ലല്ലോ എന്ന് ദസ്തയേവ്സ്കിയുടെ ഭാഷയിൽ പറയുന്നു. മാഷ് സർഗാത്മകത എന്താണെന്ന് കാക്കയിൽ പറഞ്ഞിട്ടുണ്ട്, മാഷയുടെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാലും മാഷയുടെ വാക്കുകളിലൂടെ കേൾക്കാനുള്ള ആഗ്രഹം, എന്താണ് സത്യത്തിൽ സർഗാത്മകത? ഇതുവരെ അസാധ്യമായിരുന്നത് സാധിക്കുന്നു എനിക്ക് ഒരു നിമിഷം. ഇപ്പോ ബുദ്ധനെ കുറിച്ച് എന്താ പറയുക എന്ന് വിചാരിച്ചു ഒരുപാട് കാലം 10-30 വർഷം നടന്നപ്പോഴാണ് ഒരു വരി കിട്ടുന്നത്. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെ കുറിച്ചുള്ള ശങ്ക തീർത്തു തന്നില്ലേ, ബുദ്ധൻ ചോദിക്കുന്നു. ഇതെനിക്ക് എപ്പോഴും കിട്ടില്ല. അങ്ങനെ നമുക്ക് എപ്പോഴും സാധ്യമല്ലാത്ത ഒരു വരം പോലെ ചില നിമിഷങ്ങളിൽ ലഭിക്കുന്ന എല്ലാ എഴുത്തുകാരും കുറിച്ച് മാത്രമൊന്നുമല്ല, ഇങ്ങനെ ലഭിക്കുന്ന ഒരു അത്ഭുതം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഞാൻ എന്നെ ആവിഷ്കരിക്കുന്നത്. അതുവരെ ഞാനൊരു കോമൺ ബീയിങ് ആണ്, എല്ലാവരുടെയും പ്രയാസങ്ങളേ എനിക്കുള്ളൂ. ഇത് ഒരു കോമൺ ബീയിങ്ങിനല്ല, ഓരോരുത്തരെയും സൂക്ഷ്മമായി ഞാൻ പ്രതിനിധാനം ചെയ്യുക. അല്ലാത്തപ്പോഴൊക്കെ എല്ലാവരെയും സ്ഥൂലമായി ഞാൻ പ്രതിനിധാനം ചെയ്യുക. അങ്ങനെ സൂക്ഷ്മമായി പ്രതിനിധാനം ചെയ്യാനുള്ള എന്റെ പ്രവർത്തനത്തെയാണ് ഞാൻ സർഗാത്മകത എന്ന് പറയുന്നത്. അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ വിരോധിയാണെന്നൊന്നും വിചാരിച്ചു പോയത്. എന്റെ അച്ഛൻ ഈ വയനാട്ടിലെ ഒരു
വെറും കൃഷിക്കാരനായിരുന്നു, ഒന്നാം തരമായിരുന്നു. അച്ഛൻ വരമ്പെടുത്താൽ അത് ചവിട്ടാൻ തോന്നില്ല, നമുക്ക് വെറും വയലില് വരമ്പെടുത്താൽ. അതുകൊണ്ട് എഴുതുമ്പോൾ ഒരു വാക്യത്തിൽ പിഴവുണ്ടാകുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതെന്റെ അച്ഛന്റെ സ്വാധീനം മാത്രമാണ്. അമ്മ എന്നെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല, മറിച്ച് അമ്മയുടെ വേണ്ട വിധത്തിൽ പെരുമാറിയില്ല എന്ന കുറ്റബോധമാണ് ആശ്വാസം എന്ന കവിത എഴുതിച്ചത്, അമ്മയോടുള്ള ഭക്തിയല്ല. നമസ്കാരം സാർ. തുടക്കം മുതൽ സാർ പറയുന്നത് കേൾക്കുകയുണ്ടായി. സാറ് ബാല്യകാല അനുഭവം പറയുമ്പോൾ ഈ സാധനം വാങ്ങാൻ പോയ ഒരു ഗ്രാമില് പറഞ്ഞല്ലോ, അന്ന് ആ പുസ്തകം വാങ്ങാനുള്ള സാറ് ആവേശവും അത് സാറിന് കിട്ടുമ്പോഴുണ്ടാകുന്ന സംതൃപ്തിയും അന്ന് സാർ അനുഭവിച്ചത് എത്രമാത്രമായിരിക്കും കേട്ടപ്പോൾ മനസ്സിലായി. കൂടാതെ 11 വയസ്സുകാരനായ സാറ് മുറിവായി റൂമിലായ സമയത്ത് ഒരു പുസ്തകം കിട്ടിയപ്പോൾ സാർ അനുഭവിച്ച ഒരു സന്തോഷം അതും മനസ്സിലായി. പക്ഷേ എന്റെ ചോദ്യം, ഇന്നത്തെ കുട്ടികൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് വളരെ അകലെയാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഒരു നിമിഷം കിട്ടിയാൽ ഇൻസ്റ്റാഗ്രാം, ഗെയിംസ്, അവർക്ക് വായന എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്കാണോ പോകുന്നതെന്ന് തോന്നുന്നു. അതായത് ഇന്നിപ്പം ഒരു റൂമിൽ അകപ്പെട്ട ഒരു ബാലൻ പുസ്തകം കിട്ടിയാൽ അത് എത്രമാത്രം അവന് സന്തോഷം ഉണ്ടാകുന്നത് എനിക്ക് ആലോചിക്കും, എന്താ പറയാ, സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതിനായി ഇന്നത്തെ ചെറിയ മക്കൾക്ക് വായനയുടെ ആ ഒരു അത്ഭുത സിദ്ധി ഒന്ന് അവരിലേക്ക് എത്തിക്കാൻ ഒരു ചെറു വിരലനക്കം സാറ വാക്കുകളിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ കോഴിക്കോട് ജില്ലയിലെ 60 ബ്രില്യന്റ് സ്റ്റുഡൻസ്, ഓരോ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി, അല്ലെ 5-6 സ്കൂളിൽ നിന്ന് ഒരു കുട്ടി, അങ്ങനെയുള്ള ഒരു സംഘത്തെ ഞാൻ അഭിമുഖീകരിച്ച് സംസാരിച്ചു. എന്ത് ഭംഗിയായിട്ടായി കുട്ടികൾ എന്നെ സ്വീകരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അത്യതിശയായിട്ട് അവർ പറയാണ്. അതിലൊരു പ്രതിനിധി പറയാണ്, മാഷെപ്പോലെ ഒരു മാഷ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഭാഗ്യമാവുമായിരുന്നു. അപ്പൊ ഈ അധ്യാപകരിലൊക്കെ ഈ പാഷൻ ഉണ്ടാകണം. അവർക്ക് കിട്ടുന്ന പാഠപുസ്തകങ്ങൾ വളരെ മികച്ചതായിരിക്കണം, അതിലുള്ള ഉള്ളടക്കങ്ങളൊക്കെ കേമമായിരിക്കണം. അങ്ങനെ ഒക്കെ ആകുമ്പോ അവരെന്ത് ചെയ്യപ്പെടും, ഇങ്ങോട്ട് ആകർഷിക്കപ്പെടും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ അധ്യാപകരിൽ 90% ആ ജോലിക്ക് അർഹരല്ല. ഈ ക്രിയേറ്റിവിറ്റിയോടുള്ള പാഷൻ അപൂർവമായി തീരുന്നു. പിന്നെ എങ്ങനെയായി കുട്ടികളിലേക്ക് അത്? അമ്മയും അച്ഛനും എപ്പോഴും മൊബൈലിലാണെങ്കിൽ കുട്ടി മൊബൈലിലാകും. അതുകൊണ്ടൊരു സാഹചര്യമാണ്. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഈ 60 കുട്ടികൾ അത്ര അതിശയല്ലേ എനിക്ക്.